നമ്മുടെ നാട്ടിലെ അഴിമതിയുടെ മൂല കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന പണമാണ്. സത്യത്തിൽ ഈ 40 ലക്ഷം രൂപ കൊണ്ട് ആ മണ്ഡലത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും കഴിയില്ല. സീരിയസ് ആയിട്ട് ഇലക്ഷനെ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു അസംബ്ലി ഇലക്ഷനിലെ ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 കോടി 10 കോടി രൂപയോളം. അപ്പൊ ഈ 40 ലക്ഷത്തിന് മുകളിലുള്ള പണം മുഴുവനും എങ്ങനെ വരുന്നു? ഇത് മുഴുവൻ ബ്ലാക്ക് മണി. ദൈവത്തിന് പോലും പറയാൻ പറ്റാത്ത ഒരു പ്രവചനാതീതനായ ഒരു വ്യക്തിയാണ് PC ജോർജ് എന്ന് പറയുന്നത്. മനുഷ്യരെന്തിനാണ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ്. എങ്ങനെയാണ് അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്? ഒരു MLA-യോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റിട്ടേൺ ഉണ്ടാവുക? അത് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തിയിട്ടാവും. ഇങ്ങനെയാണ് സത്യത്തിലെ ഈ ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു സിസ്റ്റമായിട്ട് നമ്മുടെ നാട് മാറിയത്. കേരളത്തിലെ BJP രാഷ്ട്രീയം ആകെ താഴെത്തട്ടിലേക്ക് പോവുകയാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ BJP രാഷ്ട്രീയത്തെ പറ്റിയുള്ള വാർത്തകൾ എന്ന് പറയുന്നത് അണികളിൽ പോലും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടൻ ദേവൻ ആ പാർട്ടി വിട്ടു പോകുന്നു. പലരും ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വരുമ്പോഴും ഉണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റുകളും അവിടെ വളരെ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ ഈ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഈ ഫണ്ട് തട്ടിപ്പ് ഒക്കെ വരുമ്പോഴാണ് സത്യത്തിൽ എന്താണ് ഇപ്പോൾ ഈ ഒരു കേരളത്തിലെ BJPയിൽ സംഭവിക്കുന്നത്? ഇവര് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണ്ടായിസം നിറഞ്ഞൊരു രാഷ്ട്രീയ പ്രവർത്തനമാണോ? അല്ലെങ്കിൽ BJP എന്ന് പറയുമ്പോൾ ആലോചിച്ച് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. പണം, പ്രസ്ഥാനം, ഗുണ്ടായിസം അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഈ കേരള BJPയിലുണ്ടോ? അല്ലെങ്കിൽ ഈ നേതാക്കൾ പോലും രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ആളുകൾ പോലും ഇത്തരം തട്ടിപ്പ് വിഷയത്തിലും ഫണ്ട് വിഷയത്തിലും ഒന്നും തന്നെ മിണ്ടാത്തതെന്താണ്? നോക്കൂ രേഷ്മ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് തുറന്നു പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട, ഇപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും പങ്കുവെക്കാവുന്നതും പങ്കുവെക്കാൻ പറ്റാത്തതുമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതിൽ നിന്ന് അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും എല്ലാം അതുണ്ട്, അതെല്ലാ പാർട്ടികൾക്കുമുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഫണ്ടിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. ആദ്യം ഇപ്പൊ ദേവൻ ഇന്നലെ ഇവിടെ നിന്ന് വിട്ടുപോയി, കുറച്ചു നാൾ മുമ്പ് അലി അക്ബർ വിട്ടുപോയി. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആൾക്കാര് ഈ ഒരു ബസ്സിൽ കയറി കുറച്ചു നേരം യാത്ര ചെയ്ത് വഴിയിൽ ഇറങ്ങി പോകുന്ന മാതിരി അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അവർ പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്, അത് നടക്കാതെ വരുമ്പോൾ നിരാശരായി പോകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം ഇപ്പൊ ദേവനായാലും ഇവരൊക്കെ BJPയിലേക്ക് വരുമ്പോൾ, BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് രാഷ്ട്രീയ മോഹങ്ങൾ കാണും, ആഗ്രഹങ്ങൾ കാണും, പല പ്രതീക്ഷകൾ കാണും. തീർച്ചയായിട്ടും അല്ലാതെ BJP രാഷ്ട്രീയത്തോടുള്ള അല്ലെങ്കിൽ ആ ആദർശത്തിനോടുള്ള അങ്ങ് അകമഴിഞ്ഞ കമ്മിറ്റ്മെന്റ് കൊണ്ടൊന്നും അല്ല ഇവർ വരുന്നത്. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവർക്ക് അധികകാലം അതിൻ്റെ അകത്ത് നിൽക്കാനും കഴിയില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ വളർച്ചയും അവരുടെ പേഴ്സണലായിട്ടുള്ള അത് മോശമാണെന്ന് സ്വന്തം രാഷ്ട്രീയ വളർച്ചയും സ്വന്തം ഭാവിയും സുരക്ഷിതമാക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് തെറ്റൊന്നുമല്ല ഒരിക്കലും. അങ്ങനെ അത് സാധിക്കാതെ വരുമ്പോൾ പാർട്ടി വിട്ടുപോകും. അത് ഞാനതിനെ അങ്ങനെ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. പിന്നെ ഈ ഫണ്ടിന്റെ വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടിന്റെ കാര്യങ്ങളാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കുക, അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതൊരു പണത്തിന്റെ കളിയാണ്. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലത്തിൽ ചിലവഴിക്കാവുന്ന പരമാവധി തുക എത്രയാണെന്നറിയാം? അതായത് നിയമപ്രകാരം 40 ലക്ഷം രൂപ. സത്യത്തിൽ ഈ 40 ലക്ഷം രൂപ കൊണ്ട് ആ മണ്ഡലത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോലും തികയില്ല. ഒരു ആവശ്യത്തിന് പോസ്റ്ററിന് പോലും ആ പണം തികയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവറേജ്, അതായത് സീരിയസ് ആയിട്ട് ഇലക്ഷനെ മത്സരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
ഒരു അസംബ്ലി ഇലക്ഷനിലെ ഒരു മണ്ഡലത്തിൽ ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 കോടി 10 കോടി രൂപയോളം വരും. അത്രയും ചെലവഴിച്ചാൽ മാത്രമേ അവർക്ക് ആ മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അവരുടെ പ്രസൻസ് അറിയിച്ചുകൊണ്ടുള്ള ആ വലിയ പ്രചാരണം നടത്താൻ കഴിയുകയുള്ളൂ. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പം അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഇല്ലേ, ഈ ജയിച്ചു വരുന്ന ഓരോ ജനപ്രതിനിധിയും ഉണ്ടല്ലോ, അവർ അവരുടെ ലെജിസ്ലേറ്റർ കരിയർ ആരംഭിക്കുന്നത് ഒരു വലിയ കള്ളം പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് കണക്ക് കൊടുക്കുക, ഞാൻ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച തുക ഇത്രയാണ്, 40 ലക്ഷം എന്ന് ഒരു കണക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് ഇവരുടെ ലെജിസ്ലേച്ചർ കരിയർ തന്നെ ആരംഭിക്കുന്നത്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ 40 ലക്ഷത്തിന് മുകളിലുള്ള പണം മുഴുവനും എങ്ങനെ വരുന്നു? ഇത് മുഴുവൻ ബ്ലാക്ക് മണിയാണ്, ക്യാഷായിട്ടാണ് പല കേന്ദ്രങ്ങളിൽ നിന്ന്. അത് എങ്ങനെയാണ് ഇവർ ഇതൊക്കെ മാനേജ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുക്തം, BJPയും ഇതിൽ നിന്ന് മുക്തം. ഇങ്ങനെ കണക്കില്ലാതെ ഈ രീതിയിലുള്ള അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള കോടികൾ വന്ന് ഇങ്ങനെ നിറയുമ്പോൾ, കൺമുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ, ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ തട്ടിപ്പ് വിഷയം വരുമ്പോൾ സ്വന്തം അണികളാണ് ആദ്യമേ പറയുന്നത്. തൃശ്ശൂരുള്ള ഒരു വ്യക്തി, ആ BJPയിലെ ഒരു അംഗം വന്നിട്ട് പറയുകയാണ് ചാക്കുകെട്ടുകളിലായിട്ട് ഇവിടെ പണം വന്നു എന്നുള്ളത്. അങ്ങ് പറയുന്ന ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം രൂപ എങ്കിലും ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ തികയുന്നില്ല എന്ന് പറയുമ്പോൾ തീർത്തും ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചു എന്നാണോ? അതിൽ ആരും കൈയിട്ട് വാരിയില്ല എന്നുള്ളതാണ്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അൺഅക്കൗണ്ടഡ് ആയിട്ട് വരുന്ന പണം കൈകളിൽ കൂടെ കടന്നു പോകുമ്പോൾ പലർക്കും പല മോഹവും തോന്നും. അത് 1-2 പൈസയൊന്നുമല്ല, കോടികളും ലക്ഷങ്ങളും കോടികളും ഒക്കെയാണ്. അതാണ് ഇതിൻ്റെ ഇതൊരു നഗ്ന യാഥാർത്ഥ്യമാണ് രേഷ്മ. എല്ലാവരും ഈ ഏർപ്പാട്, ഈ കലാപരിപാടി കോൺഗ്രസും CPM ഒക്കെ നല്ല ഗംഭീരമായിട്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കത് നന്നായിട്ട്, അവരതിൻ്റെ അകത്ത് എക്സ്പെർട്ടൈസ്ഡ് ആയവരാണ്. BJP ഈ ഏർപ്പാടൊക്കെ തുടങ്ങിയത് അടുത്ത കാലത്തല്ലേ. അവർക്ക് ഈ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് തന്നെ ജയിക്കണം എന്നുള്ള ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോട് കൂടി BJP വളരെ സീരിയസ് ആയിട്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ് നമുക്കറിയാം. അതിനു മുമ്പൊക്കെ BJPയുടെ ഇപ്പം ഏതാണ്ട് സമീപ ഭൂതകാലം വരെ BJPയുടെ മത്സരിച്ചിരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കൂടി വന്നാൽ മഞ്ചേശ്വരം അല്ലെങ്കിൽ തിരുവനന്തപുരം, അങ്ങനെയുള്ള ചില ചെറിയ പോക്കറ്റുകളിലല്ലാതെ BJP സീരിയസ് ആയിട്ടല്ല ഇലക്ഷൻ മത്സരിക്കുന്നത്. പ്രസൻസ് അറിയിക്കുക, BJPയുടെ പരമാവധി വോട്ട് കൂട്ടുക എന്നുള്ളതല്ലാതെ. ഏത് പാലക്കാട് ശോഭാ അതാണ് പറഞ്ഞത്. അങ്ങനെ ചില സെലക്ടഡ് പോക്കറ്റുകളിലല്ലാതെ വ്യാപകമായ രീതിയിൽ ഒരു സംസ്ഥാനം നിറഞ്ഞ് അവിടെ വളരെ സീരിയസ് ആയിട്ട് ആ പ്രചരണ യന്ത്രം അതിന്റെ എല്ലാ ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്യിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ BJP നേരിടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നമുക്കറിയാം, നമ്മുടെ മുമ്പിലുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതൊരു ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണ്. അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവിടെ പണം ഇറക്കേണ്ടി വരും. അത് ഞാനിപ്പം BJP സംഘപരിവാറിന്റെ ആദർശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്, അല്ലാതെ ഞാൻ അതിന്റെ ഒരു ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമല്ല, ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ പറയാൻ കഴിയുന്നത്. അതേസമയം ആ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഇന്നലെ ഒരു ചർച്ചയുണ്ടായിരുന്നു റിപ്പോർട്ടറിൽ, വളരെ ശ്രീ KT കുഞ്ഞിക്കണ്ണനും ശ്രീ വസന്ത് സെറിയക്കും ഞാനും ഉണ്ടായിരുന്ന ചർച്ചയാണത്. അവർ വളരെ പറഞ്ഞു, ഞങ്ങൾ 40 ലക്ഷം രൂപ കൂടുതൽ ചെലവഴിച്ചിട്ടില്ല, ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്ക് കൃത്യമാണ്. അതായത് അവർക്കത് പറഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെ മുഖത്ത് നോക്കി മാധ്യമങ്ങളിലൂടെ ആത്മവിശ്വാസത്തോടെ കള്ളം പറയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവർക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണത്. മനസാക്ഷിയെ പൂർണ്ണമായി മാറ്റുന്നത് പറയാൻ പോലും കാണിക്കുന്നുണ്ട്. അവരത് റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും BJPയിൽ അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല, ഒരു കൃത്യമായിട്ടുള്ള കണക്ക് തെളിവുകളും ഇല്ല, അല്ലെ? ഈ കണക്കുകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അത് കുറ്റകൃത്യമാണ്. ഓരോ സ്ഥാനാർത്ഥിയും
ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുത്തേ പറ്റൂ രേഷ്മ. അത് രാജ്യത്തെ നിയമമാണ്. അല്ലെങ്കിൽ അവർക്ക് വലിയ 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 പ്രശ്നമാണ്. പാർട്ടിയുടെ രജിസ്ട്രേഷനെ വരെ ബാധിക്കുന്ന വിഷയമാണത്. ഓരോ സ്ഥാനാർത്ഥിയും, പക്ഷെ ഒരു സ്വതന്ത്ര അതിന് സ്ഥാനാർത്ഥി. വലിയ അഴിമതിയുണ്ട് എന്ന് ആണല്ലോ പറയുന്നത് സ്വന്തം അണികൾ പോലും. കാരണം അത്രയും അവര് കണക്കുകൾ കൊടുത്തപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. അതായത് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതെ, ഞാനത് തന്നെ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു മെയ്വഴക്കം ഒക്കെ BJP ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു വലിയ പാഠമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രേ ഉള്ളൂ. അത് ഒന്ന് തരാം. ഏ ഈ ദേവന്റെ രാജി വെക്കുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു വാർത്ത വന്നിരുന്നു. അത് കേരളത്തിൽ മൊത്തം വലിയ വിഷയമായിരുന്നു, ചർച്ചയായിരുന്നു. PC ജോർജ്, മോദി എന്റെ തന്തയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോ നമുക്കറിയാം PC ജോർജ് എന്ന് പറയുന്നത് പണ്ട് പൂഞ്ഞാറിലെ ഒരു പുലി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ അന്നത്തെ കാലത്ത് വിശേഷിപ്പിക്കാം. പക്ഷെ ഇപ്പൊ അദ്ദേഹം NDA കയറിയതിനു ശേഷം ഒരു പൂച്ചയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് യാതൊരു സ്ഥാനോ അദ്ദേഹത്തിന് അങ്ങനത്തെ ഉള്ള ഒരു പദവികളോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം വല്ലപ്പോഴും ഇതേ കണക്ക് ഇങ്ങനത്തെ പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന് പോലും ആളുകൾ ഓർക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ പാർട്ടിയിൽ വന്നിട്ട് ഈ കണക്കുകൾ പറഞ്ഞിട്ട് പിന്നീട് അത് മാറ്റി പറയുകയാണ്. അപ്പോ ഈ കണക്കുകൾ തെറ്റാണ് എന്ന് ഒരുപക്ഷെ അവർക്കറിയാഞ്ഞിട്ട് ഈ കേന്ദ്രം ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതാണോ? ഇദ്ദേഹം മാറ്റി പറയാനുള്ള ഒരു കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, PC ജോർജിനെ നമുക്ക് കുറെ കാലമായിട്ട് അറിയാം. കേരള രാഷ്ട്രീയത്തിലെ ഈ നേരം വെളുത്ത് ഒരു 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 പ്രാവശ്യം അദ്ദേഹം എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. എന്താണ് ആ നാവിൽ നിന്ന് വീഴുക എന്നുള്ളത് വളരെ ഈ അതാണ് പറഞ്ഞത്, ദൈവത്തിന് പോലും പറയാൻ പറ്റാത്ത ഒരു പ്രവചനാതീതനായ ഒരു വ്യക്തിയാണ് ഈ PC ജോർജ് എന്ന് പറയുന്നത്. അദ്ദേഹം BJPയുടെ ഭാഗമാണ്. ഇപ്പോൾ അദ്ദേഹം BJPയിലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മകനുണ്ട്, ഷോൺ ജോർജ്. വളരെ പരിണിതപ്രജ്ഞമായ രീതിയിൽ, വളരെ പക്വതയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും. പക്ഷെ തന്ത ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അത് ഇങ്ങനെയൊക്കെയുള്ളവരെ ഒരു സംഘടനയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ആ സംഘടന അതിന്റെയൊക്കെ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. അവരുടെ ഓരോ വാക്കുകൾക്കും സംഘടനയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം അതാണ് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ഫണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം അത് കൂളായിട്ട് അത് തിരുത്തി പറഞ്ഞു. തീർച്ചയായിട്ടും സംഘടന എന്ന് അദ്ദേഹത്തിന് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ സ്വന്തം മകൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, എന്താ അപ്പൊ ഈ പറയുന്നത്, നിങ്ങൾ എന്നെ കൂടെ കൊണ്ട് നിങ്ങളുടെ ജീവിതമൊക്കെ ഏതാണ്ട് കഴിയാറായി, പക്ഷെ ബാക്കിയുള്ളവനെ കൂടെ നിങ്ങൾ എന്തിനെ കൊണ്ട് കുഴിച്ചടിക്കുന്നത് എന്ന് ചിലപ്പം മകൻ തന്നെ ചോദിച്ചിട്ടുണ്ടാകാം. പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം വന്നിട്ടുണ്ടാകാം, വലിയ പ്രഷർ വന്നിട്ടുണ്ടാകാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം മാറ്റി പറഞ്ഞത്. അതെ, എന്തായാലും ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന ഈ പണം, കണക്കില്ലാത്ത പണം എന്ന വസ്തുതയിലേക്കാണ് ഇതെല്ലാം എത്തി നിൽക്കുന്നത്. എന്നെ പോലുള്ളവർക്ക് ഒരു സന്തോഷം ഞാൻ പറയും. അതായത്, ഇനിയെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുജനങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്ന ഈ പണത്തിനെ പറ്റി അവർ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. കാരണം നമ്മുടെ നാട്ടിലെ അഴിമതിയുടെ മൂല കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന പണമാണ്. ഇപ്പം ഈ പല പാർട്ടികളിലെയും, പ്രത്യേകിച്ച് കോൺഗ്രസിലൊക്കെ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ലോക്സഭയിലൊക്കെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ കുറഞ്ഞത് അയാളുടെ കയ്യിൽ നിന്ന് ഇറക്കണം 1 കോടി 1.5 കോടി രൂപയൊക്കെ. അതേപോലെ അസംബ്ലിയിലും ഇതേപോലെ തന്നെ വേണം, കോടികൾ ഇറക്കണം. അവരുണ്ടാക്കണം പണം. അത് എവിടുന്നേലുമൊക്കെ കടം മേടിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞായിരിക്കും. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. കാര്യം, കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ കൾച്ചറാണത്. ഞാൻ പറഞ്ഞല്ലോ, BJP അടുത്ത കാലത്തല്ലേ സീരിയസ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വന്നത്. ഇതിനു മുമ്പ് ഈ കൾച്ചർ ഇവിടെ ഉണ്ടാക്കിയത് ആരാണ്? അവർക്കുണ്ടല്ലോ ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വം. അപ്പം ഇങ്ങനെ ചെലവഴിക്കുന്ന പണം, ഈ പണം, ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം, മനുഷ്യരെന്തിനാ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്?
ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ്. എങ്ങനെയാണ് അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്? ഒരു MLA-യോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റിട്ടേൺ ഉണ്ടാവുക? അത് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തിയിട്ടാവും. ഇങ്ങനെയാണ് സത്യത്തില് ഈ ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു സിസ്റ്റമായിട്ട് നമ്മുടെ നാട് മാറിയത്. അതിന്റെ കാലങ്ങളായിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇത് മാറണമെന്നുണ്ടെങ്കിൽ, അഴിമതി നശിക്കണമെന്നുണ്ടെങ്കിൽ അഴിമതിയുടെ മൂല കാരണമായ ഈ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന പണത്തിന് കൃത്യമായ രീതിയിൽ അതിന് റെഗുലേഷനും കാര്യങ്ങളും ഉണ്ടാകണം. അത് സത്യം പറഞ്ഞാൽ ഇനിയെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അത് ചിന്തിക്കണം. കുറഞ്ഞ പക്ഷം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും ഈ കാര്യം സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണം. അവർ ചോദിക്കണം, ഓരോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവരുടെ MLA-യോ അവരുടെ മന്ത്രിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വരുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ചെലവാക്കിയത്? നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ നിൽക്കുന്നത്? നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അത് കള്ളമല്ലേ? ഇത് ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കാൻ തുടങ്ങിയാൽ ഇതിനൊക്കെ കുറേയൊക്കെ മാറ്റമുണ്ടാകും.